ഒരിക്കൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. നിന്റെ വിവാഹ ദിവസം അത് തകർന്നു. ഇനി ഒന്നുകൂടെ ഉണ്ട്. നിന്റെ അമ്മയ്ക്ക് നേടാൻ കഴിയാത്തത് നിനക്ക് നേടണമെന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിന്റെ അമ്മ അവസാനമായി ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്. എനിക്ക് ആഗ്രഹമില്ലായിട്ടാണോ? പിന്നെ ആരെയാണ്, എന്തിനാണ് നീ പേടിക്കുന്നത്? അയാൾക്ക് വേണ്ടി നീ എന്തെല്ലാം വേണ്ടെന്ന് വെച്ചു. നിന്നെ പൊന്നുപോലെ വളർത്തി എന്നെ പോലും. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും അനുസരിക്കുന്നതും മനസ്സിലാക്കാം. ബട്ട് വൈഫ് ഇസ് നോട്ട് എ സ്ലേവ് ഓഫ് ദി ഹസ്ബൻഡ്. നീ ഒന്ന് നൃത്തം ചെയ്യാൻ കുടുംബം ഒന്ന് തകർന്നു പോവുമെങ്കിൽ അങ്ങനെയുള്ള ഭർത്താവുമായി ജീവിക്കുന്നതിൽ ഭേദം. എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, ഈ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമാണ് ഒരു വലിയ നർത്തകിയായി ലോകം മുഴുവൻ നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം അതെനിക്ക് കാണണം. അതിനുവേണ്ടി മാത്രമാണ് മോളെ ഈ അച്ഛൻ ജീവിക്കുന്നത്. നീ നൃത്തം ചെയ്യണം. നൃത്തം ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തരണം. നിന്റെ കാല് പിടിക്കാൻ. ഞാൻ നൃത്തം ചെയ്യാം. ഇംപോസിബിൾ, സാധ്യമല്ല. എന്താണ് വിശ്വത്ര ക്ഷോഭിക്കാൻ? മറ്റൊന്നുമില്ല, നിന്റെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചേണ്ട കാര്യമില്ല, അത്ര തന്നെ. അച്ഛന്റെ ഒരേ ഒരു ആഗ്രഹമാണ്, അത് വിശ്വത്തിന് അറിയാലോ. ജനനി വെറുതെ സംസാരിച്ച് ആരോഗ്യം കളയണ്ട. മൈ ആറ്റിറ്റ്യൂഡ് ഈസ് ആസ് ക്ലിയർ ആസ് ഡേ ലൈറ്റ്. ഇനി തർക്കിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ അതിന് ഒരുക്കവുമല്ല. വിശ്വം ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ വിശ്വത്തിനോട് എന്ന പോലെ എന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് ചില കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഞാൻ നിന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും ചോദ്യം ചെയ്തില്ല. സ്വന്തം മകളുടെ ഭർത്താവിന്റെ മുഖത്ത് കരുവാരി തെച്ചിട്ട് ആ മുഖം നോക്കി നിന്ന് പൊട്ടിച്ചിരിക്കുന്ന ഒരു അച്ഛനോടൊപ്പം നടക്കിത്തിരിക്കുന്ന ഒരു മകളുമായി ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. വിശ്വം വെറുതെ ചെയ്യാത്ത കുറ്റം അടിച്ചേൽപ്പിക്കരുത്. ഞാൻ വെറും ഒരു മരങ്ങോടനാണെന്ന് ധരിക്കരുത്. എനിക്കറിയാം, നിന്നെ ഇറക്കിക്കൊണ്ടുവന്നതിന് എന്നോട് പകരം വിട്ടുകയാണ് നിന്റെ തന്ത. മകളെ നാട്യശ്രീയാക്കുക, അയാളുടെ ഇൻഫ്ലുവൻസിന് മുമ്പിൽ എന്റെ കഴിവുകളെ ചവിട്ടി തേക്കുക, എന്നിട്ട് അവസാനം മകളുടെ ഭർത്താവ് എന്നൊരു ബാനർ എന്റെ കഴുത്തി കെട്ടി തൂക്കുക. അങ്ങനെ ജയിച്ച് എന്റെ മുമ്പിൽ ഞെളി നിൽക്കാനാണ് അയാളുടെ മോഹമെങ്കിൽ അതിന്റെ പട്ടിയെ പോലും കിട്ടില്ല. വിശ്വന്റെ അമ്മയുടെ അമ്മ 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 അമ്മയുടെ നോയരും. വിശ്വം, എനിക്ക് നിന്റെ പുരാണമൊന്നും കേൾക്കണ്ട. ജനനി ഒന്നൊരു നർത്തകിന് ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ അവൾ വിശ്വനാഥന്റെ ഭാര്യയാവില്ല. ഒരു സ്ത്രീ കലാകാരിയായി പോയാൽ അവളുടെ വിവാഹത്തോട് അഭ്യർത്ഥിച്ചതെല്ലാം മറക്കണം, നേടാൻ കഴിയുന്നതെല്ലാം വലിച്ചെറിയണം എന്നൊക്കെയാണ് വിശ്വം പറയുന്നത്. സ്ത്രീകളുടെയും കലാകാരികളുടെയും നർത്തകളുടെയും കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഐ ആം ടോക്കിംഗ് അബൌട്ട് വാട്ട് മൈ വൈഫ് ഷുഡ് ഡു ആൻഡ് വാട്ട് ഷീ ഷുഡ് നോട്ട്. ഞാനൊരു ഭാര്യ മാത്രമല്ല. ആ ഒരു ഡാൻസുകാരി കൂടെയാണ്. എന്താണ് ഡാൻസുകാരി എന്ന് പറയുമ്പോൾ ഒരു വിലക്കുറവ്? അതൊരു കലയല്ലേ? It's a stupid art. No, as far as I am concerned, it is a disciplined, dynamic, divine and indispensable art. To me, it's deceptive, degrading and distractive. എങ്കിൽ നിങ്ങളുടെ സംഗീതത്തിന് ഞാനും കൊടുക്കുന്നതിൽ അത്രേ ഉള്ളെന്ന് വിചാരിച്ചോളൂ. എന്റെ സംഗീതത്തിനും നീ പറയണ്ട, എനിക്കെന്ന് പറഞ്ഞോളൂ. എനിക്ക് നീ എന്ത് പുല്ല് വില കൽപ്പിച്ചാലും ശരി, ഈ അഴിഞ്ഞാട്ടം ഇനി ഇവിടെ നടക്കില്ല. ചിലങ്കയുടെ കിളിക്കവനിവിടെ കേട്ടാൻ എനിക്ക് ഭ്രാന്ത് പിടിക്കും. വിശ്വത്തിലെ കലാകാരനല്ല, കോംപ്ലക്സ് ആണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇൻഫീരിയോറിറ്റി, സ്വന്തം കഴിവിലുള്ള വിശ്വാസമില്ലായ്മ. ഞാൻ എന്റെ ഭർത്താവിനെ കുറിച്ച് വളരെ പ്രൗഡായിരുന്നു. ആ ബ്രോഡ് മൈൻഡഡ്, സ്പിരിറ്റഡ് ആൻഡ് സെൽഫ് റെസ്പെക്ടിംഗ് പേഴ്സണാലിറ്റിയാണ് വിശ്വം എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. വിശ്വം വളരെ ചീപ്പായി പോയി. ഒരു തേർഡ് റേറ്റ് ഹസ്ബൻഡിനെ പോലെ നിങ്ങൾ പെരുമാറുന്നു. ദിസ് സ്പിരിറ്റഡ്, നാരോ മൈൻഡഡ് ആൻഡ് എ മാൻ വിത്ത് ഫുൾ ഓഫ് കോംപ്ലക്സ്. എല്ലാത്തിനുപരിയായി യു ആർ ജെലസ്. ഞാൻ നന്നാവുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയാണ്. ഇപ്പോൾ ഒന്നുകൂടി എനിക്ക് മനസ്സിലായി, നിങ്ങളൊരു മഹാനായ സംഗീതജ്ഞനാണെന്ന്. തല്ലിയപ്പോൾ ആ താളം തെറ്റിയില്ല. തെറ്റിയത് എന്റെ സ്വപ്നങ്ങളുടെ താളമാണ്, എന്റെ നൃത്തത്തിന്റെ താളമാണ്, നമ്മുടെ ജീവിതത്തിന്റെ താളമാണ്. कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते।
നീ പറഞ്ഞത് ശരിയാണ്. എന്റെ സംഗീതത്തിന്റെയും നിന്റെ നൃത്തത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയും താളം തെറ്റിയിരിക്കുന്നു. നമുക്ക് പിരിയാൻ സമയമായിരിക്കുന്നു. ഞാനും എന്റെ കുഞ്ഞും പോവുകയാണ്. നിനക്കും നിന്റെ നൃത്തത്തിനും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട്. തേടരുത്, കണ്ടെത്തില്ല. ഗുഡ് ബൈ, വിശ്വനാഥൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞതല്ലേ? ഇപ്പോൾ 8 വർഷത്തിന് ശേഷം നീ ഇവിടെ വന്നത് വെറും ഒരു വിസിറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, വെറുതെ അല്ല. 8 വർഷം ഞാൻ കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരുന്ന ആ ഒരു ദിവസം, ഒരു മുഹൂർത്തം, ഒരു നിമിഷം, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. കൃഷ്ണേട്ടാ, ഞാൻ വരുന്നതുവരെ ഇവന്റെ മേലൊരു കണ്ണു വേണം. എങ്ങോട്ടാണാവോ? അത്യാവശ്യമായിട്ട് ചിലരെയൊക്കെ കാണാനുണ്ട്. എല്ലാം ഞാൻ വന്നിട്ട് പറയാം. അതിനുള്ള സമയമാവട്ടെ. അച്ഛൻ എപ്പോഴാ വരിക? വേഗം വരാം. കുസൃതിയൊക്കെ കുറച്ച് നല്ല കുട്ടിയായിട്ടിരിക്കണം. കാലത്ത് അമ്പലത്തിൽ പോക്കും സാധകം ഒന്നും മുടക്കരുത്. രണ്ട് നാളീരെടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് പൊതിച്ച് ചരവ് വെക്കണം. അത്യാവശ്യം വീട്ടു ജോലിക്കൊക്കെ സഹായിക്കുന്ന ഒരു സ്ത്രീയാ. ഇവിടെ എവിടെയൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട്. ഒറ്റത്തടിയാ, ആരുമില്ല. പേര് കണ്ണമ്മ. വരട്ടെ. ആ, കണ്ണമ്മ, ആ ടിന്നൊന്ന് എടുത്തരാമോ? குழந்தைக்கு தின்னதுக்கு കളിക്കാനാ. இந்தா எடுத்துக்கோ. ஏண்டா குழந்தை, பச்சிக்கிறதா? கொஞ்சம் இரு, உளுந்த அலம்பி வச்சுட்டு வரேன். കറുത്തോരും വെളുത്തോരും കൂടി കുളിക്കാൻ പോയി. കുളിച്ചു വന്നപ്പോ കറുത്തോര് കാണുന്നില്ല, വെളുത്തോര് മാത്രം. എന്താന്ന് പറയാമോ? எனக்கு தெரியாதுடா கண்ணா. ഉഴുന്ന്. ஓ, ഒന്നും കൂടി ചോദിക്കട്ടെ? ചോദിച്ചാ പറയൂ? சொல்லு சொல்றேன். കടകടാ കുടു കുടു നടുവിലൊരു പാതാളം. എന്താന്ന് പറയാമോ? இந்த கண்ணம்மா பாவம் கண்ணா, நீக்கு இதெல்லாம் தெரியாது. ആട്ടുവല്ല്, ഈ കണ്ണമ്മക്ക് ഒന്നും അറിഞ്ഞൂടാ. കണ്ണമ്മ പോകുമ്പോ ഞാനും കൂടെ വരട്ടെ? ஷோ வேண்டாண்ணா கண்ணா, இந்த குள்ள கத்திரிக்காய் சண்டை பிடிக்கும். ഇവിടെ ഇരുന്നിട്ട് എന്തൊരു ബോറാ. അങ്കിൾ ഒന്നും പറയില്ല. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. കണ്ണമ്മ, ഇതാരുടെ കൊട്ടാരാ? இது வைத்தியநாத சாமியினுடைய கொட்டாரம். கண்ணா, நான் உள்ள போய் வேலையை முடிச்சு வந்துடுறேன். நீ இங்கேயே விளையாடின்று. இது பாரு, உள்ள போயிடாதே. ആരംഭത്തിലെ താളം പിടിക്കുകയോ? എന്താ ഇത്? ദുശകുനോ? ഒരു ദുശകുനവും ഇല്ല. 15 വർഷങ്ങൾക്ക് ശേഷം നാട്യശ്രീ പട്ടം കിട്ടാൻ പോകുന്ന രാജ്യത്തെ ആദ്യത്തെ നർത്തകിയാണ് നീ. നൃത്തം ചെയ്യുമ്പോൾ എല്ലാ ശ്രദ്ധയും ഭാവത്തിലും മുദ്രയിലും ചുവടിലുമായിരിക്കണം. ഇനി 10 ദിവസമേ ഉള്ളൂ ആ ദിവസം എത്താൻ. 8 വർഷത്തെ എല്ലാം മറന്നുള്ള തപസ്യയും സാധകവും
എല്ലാം ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ്. അത് ഓർമ്മ വേണം. തുടങ്ങിക്കോളും. എന്താ ആരാ? അവിടെ നിൽക്കാൻ. നീ ഏതാ? ഞാൻ കണ്ണമ്മയുടെ കൂടെ വന്നതാ. ഇന്ന് കയറി വാ. വേണ്ട, അങ്ങ് പുറത്ത് നിന്നാ മതി. വീട് നോക്കാൻ 100 വേലക്കാരുണ്ട്. വേണ്ട, അലവലാദികളെല്ലാം കയറ്റി വിടുക. കഥ അടക്കില്ല. மாமி கூப்பிட்டியா? உங்க கூட வந்தது யாரு? குழந்தை யாரே? ஆ அது பெரிய கதை. இந்த கிருஷ்ணமுதிரி இருக்காரோ இல்லையோ நம்ம பக்கத்தாத்துல இந்த கதையெல்லாம் எழுதுவாரே, அவ ஆத்துல ஒரு பாட்டு பாடுற பாகவதம் வந்திருக்காரு. அவருடைய குழந்தை பேர் என்ன? இது சிம்பு கிம்புன்னு கூப்பிடுறா. முழு பெண்ணைக்கு தெரியாது. ஏன் ஏதாவது விஷம் பண்ணானா? ஒண்ணும் இல்ல. அந்த குழந்தை எனக்கு ரொம்ப பிடிச்சிருக்கு. நாளைக்கு வரும்போது கூட்டிட்டு வருமா? ஓ, தாராளமா கூட்டின்னு வரேன். நீக்கும் வேலை கம்மியா போச்சு. என்ன அப்பப்ப ஏதாவது சாப்பிட கொடுத்தேன்னா மூளையில அழகா உட்காந்துட்டு இருப்பான். மூக்கு முழுமா லட்சணமா இருப்பான். குழந்தை எனக்கு ரொம்ப பிடிச்சிருக்கு, அதுதான். നൃത്തം ചെയ്യുന്നില്ലേ? ഇല്ല. അതെന്താ? മേളക്കാര് വന്നിട്ടില്ല. എന്തിനാ മേളക്കാര്? താളത്തിന് ആള് വേണ്ടേ? അത്രേ ഉള്ളൂ. താളം ഞാൻ പിടിച്ചരാ. നൃത്തം ചെയ്യോ? നൃത്തം കാണാൻ എനിക്ക് വലിയ ഇഷ്ടാ. മോൻ ഇവിടെ നിക്ക്, ഞാൻ പോയി ചിലങ്കെടുത്തോണ്ട് വരാം.
വായിക്കില്ലേ? തർക്കോത്തരം പറഞ്ഞു ആ തീയ പ്രസംഗി. നിങ്ങൾ ആരെന്നെ വഴക്ക് പറയാ? നിന്റെ അപ്പൂപ്പൻ. അപ്പൂപ്പന്റെ മൃദംഗം എനിക്കൊന്ന് വായിക്കാൻ തരുമോ? അയ്യടാ, ചില്ലറ മോഹമൊന്നും അല്ലല്ലോ. 5 രൂപയുണ്ട്. ഇത് കൊണ്ടുപോയി ഒരു തകരപ്പാട്ട വാങ്ങിച്ച് എന്റെ മോൻ ആദ്യം കൊട്ടി പഠിക്കും, എന്നിട്ട് മൃദംഗം കൊട്ട. സ്വാമി ഗോപാല, ഇവനെ പിടിച്ച് പുറത്തേക്ക് കളയാൻ ആരുമില്ലേ? അപ്പൂപ്പന്റെ നേരിത് എനിക്ക് ഇടാൻ തരുമോ? അപ്പൂപ്പന്റെ നേര് ഞാൻ എന്നെ വിട്, എന്നെ വിട്. ഒരു കുഞ്ഞിനെ ഇവിടെ കാണില്ല. എവിടെയായിരുന്നു? ഇവനെ പിടിച്ച് പുറത്തേക്ക് കളയാന്. ഇവിടെ ഒരു കൊച്ചുകുട്ടി വന്നില്ലേ? കുട്ടി തോന്നിയാസി. ഇന്നെ ഉള്ളിൽ കയറി അവന്റെ കാല് ഞാൻ തെല്ലി പിടിക്കും. എന്താ രാമകൃഷ്ണ, ആട്ടവും നേരത്തെ കഴിഞ്ഞോ? ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു. ആരെ? ജന്യമ്മ. എന്താ മേളക്കാരൊന്നും അറിഞ്ഞില്ലേ? അവരോട് പോകാൻ പറഞ്ഞോളൂ. എനിക്ക് നല്ല സുഖമില്ല, വല്ലാത്ത തലവേദന. മേല அந்த சின்ன பையனை கூட்டுக்கொண்டு வரக்கூடாது. എന്താ ചിന്ന പയ്യൻ? ആ കടുകില്ലേ, നഞ്ചത്തിന് നാനാടി പാലുകള. ഇനി 3-4 നാള് ഞാൻ നാട്ടുശ്രീ പദവിക്കാக ജന്യ ആളെ പറയും. ഇന്ന സമയം അവർക്ക് വേണ്ടത് മനസ്സമാധാനം. കഴിഞ്ഞ കാലങ്ങളൊക്കെ അറിയാമല്ലോ, കുട്ടികളെ കണ്ടാൽ അവർക്ക് അവന്റെ മകന്റെ ഓർമ്മ വരും. ആകെ കുഴപ്പത്തിലാവും. ഐ വാണ്ട് ലീസ്റ്റ് നെഗറ്റീവ്. அப்படின்னா ഹാപ്പൻ. எனக்கு இந்த இங்கிலீஷ் எல்லாம் ஒண்ணும் தெரியாது. மேல அந்த சின்ன பையனை கொண்டு வீட்டுக்கு கொண்டு வரக்கூடாது. அப்புறம் என்ன?